പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഞ്ചതന്ത്രത്തിലെ 13ാമത്തെ കഥയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എപ്പിസോഡ് 13, കുളക്കോഴിയും സമുദ്രവും. ഒരു കടൽ തീരത്ത് ഒരു കുളക്കോഴിയും അവന്റെ ഭാര്യയും വസിച്ചിരുന്നു. മുട്ടയിടാൻ സമയമായപ്പോൾ പിടക്കോഴി കുളക്കോഴിയോട് പറഞ്ഞു, മുട്ടയിടാനായി സുരക്ഷിതമായ ഒരു സ്ഥലം അന്വേഷിക്കണം. അത് അപകടം ഇല്ലാത്തതും ആൾക്കാർ കാണാത്തതുമായിരിക്കണം. രഹസ്യമായിട്ട് മുട്ടയിട്ട് നമ്മൾ പരിപാലിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരിക്കണം എന്ന് പിടക്കോഴി കുളക്കോഴിയോട് നിർദ്ദേശിച്ചു. അപ്പോൾ കുളക്കോഴി പറഞ്ഞു, മുട്ടയിടിയിൽ ഈ കടൽ തീരത്ത് തന്നെ ആവാമല്ലോ. അപ്പോൾ പിടക്കോഴി സംശയം പറഞ്ഞു, കടലിൽ വേലിയേറ്റമുണ്ടാകുമ്പോൾ മുട്ട വേലിയേറ്റത്തിൽപ്പെട്ട് തിരയിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇത് കേട്ട് കുളക്കോഴി ചിരിച്ചു, പരിഹസിച്ചു. പരിഹാസത്തോടുകൂടി പറഞ്ഞു, ആഹാ, സമുദ്രം എൻ്റെ കുഞ്ഞുങ്ങളെ അപഹരിക്കാൻ മാത്രം ആയോ? അപ്പോൾ അതൊന്ന് കാണണമല്ലോ. തന്നെയല്ല, തോൽവി ഭയപ്പെട്ട് സ്വസ്ഥാനം ഉപേക്ഷിക്കുന്നത് ഭീരുത്വമാണ്, വിഡ്ഢിതമാണ്. അതിന് ഞാനില്ല, നീ പാടില്ല. അതിന് ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. പിടക്കോഴി പിന്നെ ഒന്നും പറഞ്ഞില്ല. കുളക്കോഴി പറഞ്ഞതനുസരിച്ച് കടൽക്കരയിൽ തന്നെ മുട്ടയിട്ടു. അപ്പൊ ഇവര് തമ്മിലുള്ള ഈ സംസാരം സമുദ്രം കേൾക്കാനിടയായി. അപ്പോൾ സമുദ്രം ഉള്ളിൽ വിചാരിച്ചു, ഈ പൊട്ടപ്പക്ഷിയുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, ഇതിന്റെ മുട്ട തിരയിൽ അടിച്ചു കൊണ്ടുപോവുക തന്നെ വേണം. ഇങ്ങനെ കടലും ചിന്തിച്ചു. കുളക്കോഴി നിർദ്ദേശിച്ച സ്ഥലത്ത് പിടക്കോഴി മുട്ടയിട്ടു. മുട്ടയിട്ടതിനു ശേഷം അത് ഇര തേടാൻ പോയപ്പോൾ കടലിൽ വേലിയേറ്റമുണ്ടായി. ആ വേലിയേറ്റത്തിൽ തിരയിൽപ്പെട്ട് മുട്ട നഷ്ടപ്പെട്ടു പോയി, കടലിലേക്ക് ഒഴുകിപ്പോയി. പിടക്കോഴി തിരിച്ചു വന്നപ്പോൾ മുട്ട കാണായികയാൽ അത് അത്യധികം വ്യസനിച്ചു. കരഞ്ഞുകൊണ്ട് ഭർത്താവിനെ ശകാരിച്ചു. നിങ്ങളുടെ വിഡ്ഢിത്തവും അഹങ്കാരവും കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. ഭാവിയെപ്പറ്റി ആലോചനയുള്ളവർ ശ്രദ്ധയോടുകൂടി പെരുമാറും. അങ്ങനെയുള്ളവർ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടും. ഗുണകാംക്ഷികൾ പറയുന്നത് കേൾക്കാതെ തോന്നിവാസം പ്രവർത്തിച്ച് വരുന്നതുപോലെ വരട്ടെ എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവൻ വിഡ്ഢിയായ ആമയെ പോലെ നശിച്ചു പോകുന്നുള്ള കഥ കേട്ടിട്ടില്ലേ? കുളക്കോഴിയുടെ ആവശ്യപ്രകാരം പിടക്കോഴി ഒരു കഥ പറഞ്ഞു. അതാണ് 14ാമത്തെ കഥ. അത് നമുക്ക് നാളെ ശ്രമിക്കാം.